Hi friends, എല്ലാവർക്കും ഫ്ലൈറ്റ് ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് RC ട്രക്കിന്റെ ബാക്കിലെ ആക്സിലിന്റെ അകത്ത് വരുന്ന ഗിയർ ആണ്. അപ്പോൾ അത് നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഗിയർ ആണ് PVC പൈപ്പ് വെച്ച്. അപ്പോൾ വളരെ ഈസി ആയിട്ട് അത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ അതിലും വീഡിയോ ഇട്ടു. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു PVC ഷീറ്റ് ആണ്. അപ്പോൾ PVC ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ PVC ഷീറ്റിനെ നമുക്ക് ചെറിയ ചെറിയ വട്ടങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഡ്രില്ലർ ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എൻ്റെ കയ്യിൽ വട്ടത്തിൽ കട്ട് ചെയ്യാനുള്ള അതിൻ്റെ സോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാനൊരു 4 പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 പീസിനെയും കൂടെ ഒരുമിച്ച് കൂട്ടി ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു നട്ടും ബോൾട്ടിലോട്ട് കയറ്റി ഇട്ടിട്ട് ഇതിനെല്ലാം ഒട്ടിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ കട്ട് ചെയ്തിട്ട പീസിനെയൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി നമുക്കിതിനെ ഡ്രില്ലറിലോട്ട് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 45 ഡിഗ്രി ആംഗിളിൽ ചരിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് ശേഷമേ നമുക്ക് ഇതിനെ ഗിയറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വശം 45 ഡിഗ്രി ആംഗിളിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പേപ്പറിലോട്ടൊരു ഗിയർ വരച്ചെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനൊരു കോമ്പസ് ഉപയോഗിച്ച് ഇതുപോലെ ഒരു റൗണ്ട് വരച്ചിട്ട് അതിനുള്ളിൽ അതിനേലും ചെറിയൊരു റൗണ്ടും കൂടെ വരച്ചിട്ട് നമ്മളൊരു ഗിയറിൻ്റെ ഒരു മോഡൽ വരച്ചെടുക്കാൻ പോവാണ്. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്ന ആ PVCയുടെ റൗണ്ട് പീസിലോട്ട് വെച്ച് ഒട്ടിച്ചിട്ട് നമ്മൾ ആക്സോൾ ബ്ലേഡിന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വരച്ചെടുത്ത ഗിയർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന PVCയുടെ ആ റൗണ്ട് പീസിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ നമുക്ക് പശ ഉപയോഗിച്ച് ഒട്ടിച്ച് വെക്കണം. ഇനി നമുക്ക് നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗങ്ങൾ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഒരു സൈഡ് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. മൊത്തത്തിൽ കട്ട് ചെയ്യാൻ വളരെ ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാത്തത്.
അപ്പോൾ നമ്മൾ വളരെ സാവകാശത്തിൽ ടൈം എടുത്ത് വേണം കട്ട് ചെയ്തെടുക്കാൻ. കുറേ സമയം എടുക്കും ഇത് കട്ട് ചെയ്യാൻ. കാരണം ഇത്രയും ചെറിയ സാധനം ആയതുകൊണ്ടും പിന്നീട് ഈ ആക്സോ ബ്ലേഡ് വെച്ച് മുറിക്കുന്നതുകൊണ്ടും കുറച്ച് ടൈം കൂടുതലെടുക്കും. എന്നാലും നമുക്കത് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് ഒരു ഗിയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറകിലോട്ട് കുറച്ച് പീസുകൾ കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഇതിനേലും ചെറിയ റൗണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിന് 8 ബോട്ടിലോട്ട് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഗിയറിനെ കൂടെ കയറ്റി ഇട്ടിട്ട് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഗിയറിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ നേരത്തെ കയറ്റിയിട്ട ഭാഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുത്ത ആ റൗണ്ടിലെ പീസ് ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഗിയറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ 2 ഗിയർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഡ്രില്ലറിൽ തന്നെ കണക്ട് ചെയ്ത് ഇതൊന്ന് വർക്ക് ചെയ്യാമെന്ന് നോക്കാൻ പോവാണ്. ഞാനപ്പോൾ ഗിയർ കയറ്റി കറക്കി നോക്കാൻ വേണ്ടി ഇതേപോലെ ഒരു PVCയുടെ പൈപ്പ് പകുതിക്ക് കട്ട് ചെയ്ത് ഹോൾട്ട് എടുത്തിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഗിയർ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗിയർ ഉപയോഗിച്ചാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ട്രക്കിൻ്റെ ബാക്കിലെ ആക്സിലും നിർമ്മിക്കാൻ പോണത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മാക്സിമം വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം. പുതിയതായിട്ടാണ് ആരെങ്കിലും ചാനലിലെ വീഡിയോസ് കയറി കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.